ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ശരി സുഹൃത്തുക്കളെ, ഹാപ്പി ദീപാവലി. ദീപാവലി ദിവസം ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തക്ക ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നം നമ്മുടെ കേരളത്തിന് മുന്നിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. കിഫ്ബി വഴി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലുടനീളം തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് അംഗീകരിക്കുന്നതിന് പ്രതിപക്ഷ MLA-മാർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. എന്നാൽ കിഫ്ബിക്കെതിരായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി കോൺഗ്രസും BJP-യും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുക. തെളിവെന്ത്? ഹൈക്കോടതിയിൽ സ്വദേശി ജാഗരൺ മഞ്ച് നേതാവ് രഞ്ജിത്ത് കാർത്തികേയൻ നൽകിയിട്ടുള്ള ഹർജിയാണ്. അങ്ങനെ BJP-ക്കാരൻ നൽകിയിരിക്കുന്ന ഹർജിയുടെ വക്കാലത്താർക്ക് KPCC സെക്രട്ടറി മാത്യു കുഴൽനാടന്. എന്താണ് ഈ റിട്ട് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്? കിഫ്ബി വഴിയുള്ള വായ്പകളും പ്രത്യേകിച്ച് മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെ വിരുദ്ധമാണെന്ന് പറയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ മാത്രമല്ല, റിസർവ് ബാങ്കിനെ മാത്രമല്ല, C&AGയെയും കക്ഷി ചേർത്തിരിക്കുകയാണ്. ഇതിപ്പോൾ പെട്ടെന്നങ്ങനെ വിളി തോന്നിയിട്ടുണ്ടായിട്ടുള്ള ഒരു ഹർജിയല്ല. കഴിഞ്ഞ വർഷം 2019 2 തവണ ഇതുപോലെ ഹർജി നൽകി. 2 തവണയും പ്രാഥമിക വാദങ്ങൾക്കൊക്കെ ശേഷം കോടതിയുടെ അനുമതിയോടുകൂടി റിട്ട് ഹർജി പിൻവലിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഫെബ്രുവരി മാസത്തിൽ 3-ാം തവണയാണ്. വളരെ ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ്. ആലോചനയിലൊക്കെ പങ്കാളികളായിട്ടുള്ളവരുടെ പേരുകളൊക്കെ ഇപ്പം ഞാൻ പറയുന്നില്ല. എന്നാൽ രാമനിലയത്തിലൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു ചർച്ചയ്ക്ക് എന്നൊക്കെ അറിയാം. അങ്ങനെ ഗൗരവമായ ചർച്ചയ്ക്ക് ശേഷം ഈ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കോടതി എൻ്റെ മെറിറ്റിൽ കേസ് തീരുമാനിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഈ കേസ് ഉയർത്തുന്ന ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻറ്റും ഇതിന് മറുപടി നൽകിയേ തീരൂ. ഈ പ്രശ്നം ഇങ്ങനെ ആദ്യമായിട്ട് ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. ഇങ്ങനെ വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന്. നിയമസഭാ രേഖകൾ നോക്കിയാൽ മതി. അന്ന് തന്നെ നിയമസഭയിൽ മറുപടി പറഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം അത് ഉന്നയിച്ചിട്ടില്ല. പക്ഷെ സമീപകാലത്ത് ഞാനൊരു പൊതുമണ്ഡലത്തിൽ ഒരു 4 തവണയെങ്കിലും പ്രത്യക്ഷമായിട്ട് എന്താണ് ഇത് സംഭവിച്ചത്, നിങ്ങളുടെ അഭിപ്രായം, ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടും അദ്ദേഹം ഉത്തരം നൽകിയില്ല. ഇനി അദ്ദേഹം കേരളത്തോട് ഉത്തരം നൽകിയേ പറ്റൂ. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാൻ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. കിഫ്ബി വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇന്ത്യയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നുകൊണ്ട് ഫെഡറൽ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കാൻ BJP കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. കാശ്മീർ എന്നൊരു സംസ്ഥാനത്തെ തന്നെ 1-2 ദിവസം കൊണ്ട് 3 കഷ്ണമാക്കി സംസ്ഥാനമല്ലാതാക്കി മാറ്റിയ
ഒരു കേന്ദ്ര സർക്കാരാണ് ഉള്ളത്. അതിനപ്പുറം എന്താ ചെയ്യേണ്ടത് ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ട്? ഈ NDA രണ്ടാം സർക്കാരിൻ്റെ കീഴിൽ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ ഏതെടുക്കുന്ന എല്ലാത്തിൻ്റെയും കോമൺ ഡിനോമിനേറ്റർ എന്താ? പൊതുഘടകം സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് മേൽ കൈവെക്കുന്നു എന്നുള്ളതാണ്. അത് ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചിട്ടുള്ളതായാലും കൃഷി നിയമത്തെക്കുറിച്ചുള്ളതായാലും വൈദ്യുതി നിയമത്തെക്കുറിച്ചായാലും ഇതിലെല്ലാത്തിലും ഒരു പൊതുഘടകമായിട്ട് വന്നിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ അധികാരത്തെ കവരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം GST കോമ്പൻസേഷൻ പൂർണ്ണമായിട്ട് ഇപ്പോൾ നൽകില്ല എന്നുള്ള നിലപാടാണ്. കോൺഗ്രസ് സംസ്ഥാനങ്ങളടക്കം ഇതിനെതിരായിട്ട് ദേശവ്യാപകമായിട്ട് പ്രതിഷേധത്തിലാണ്, ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ പ്രശ്നം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വായ്പ എടുക്കുന്നതിനുള്ള സംസ്ഥാനത്തിൻ്റെ അധികാരത്തെ KPCC സെക്രട്ടറി തന്നെ വക്കാലത്തെടുത്ത് വാദിക്കാൻ പോകുന്നു എതിരായിട്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം C&AGയുടെ 2020 ഇൻസ്പെക്ഷനെ തുടർന്ന് തയ്യാറാക്കിയിരിക്കുന്ന കരട് റിപ്പോർട്ട് വിലയിരുത്താൻ. സാധാരണഗതിയിൽ കരട് റിപ്പോർട്ടുകൾ സർക്കാർ ഒരു മറുപടി കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ റിപ്പോർട്ട് PSC നിയമസഭയിൽ സമർപ്പിക്കും, PSC പരിശോധിക്കും, അതിൻ്റെ വഴിയുണ്ട്. എന്നാൽ ഇന്നത്തെ അസാധാരണ സാഹചര്യത്തിൽ ഇത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിനെതിരായിട്ട് ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെ പ്രത്യക്ഷമായിട്ട് നീങ്ങുന്നു എന്നുള്ള സ്ഥിതിവിശേഷം ഈ പുതിയ റിപ്പോർട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ് ധനമന്ത്രിയായ ഞാൻ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരസ്യമായിട്ട് ഇത്തരത്തിൽ ഒരു നിലപാട് ഈ റിപ്പോർട്ട് സംബന്ധിച്ചെടുക്കുന്നത്. കേരളത്തിലെ വികസന പ്രൊജക്റ്റുകൾക്ക്, വികസന സംരംഭങ്ങൾക്ക് പല രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതി, K-ഫോൺ ഇൻ്റർനെറ്റ് പദ്ധതി, ടോറസ് IT പാർക്ക് പദ്ധതി, മൊബിലിറ്റി ഇലക്ട്രിക് ബസ് നിർമ്മാണ പദ്ധതി, എങ്ങനെയുള്ള പദ്ധതികളെല്ലാം അട്ടിമറിക്കുന്നതിന് നീങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഏജൻസികൾ, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ എങ്ങനെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി BJP ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുള്ളതിന് എത്ര വേണമെങ്കിലും തെളിവുണ്ട്. ഇതിനോടൊക്കെ ചേർത്ത് C&AGയുടെ പുതിയ കരട് റിപ്പോർട്ടിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തം ചരിത്രത്തിലേക്ക് പോവാം. 1999 കിഫ്ബിക്ക് ശിവദാസ് മേനോൻ മന്ത്രിയായിരിക്കുമ്പോൾ രൂപം നൽകിയത്. എന്തിനു വേണ്ടി? സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരവും നിബന്ധനകൾക്ക് വിധേയമായിട്ടും ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. 2016 വരെ ഈ നിയമം വരുന്നു. 2016 സമഗ്രമായിട്ട് ഇത് ഭേദഗതി ചെയ്തത്. ഭേദഗതി ചെയ്തപ്പോഴേ ഈ ഉദ്ദേശലക്ഷ്യങ്ങളിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇത് തന്നെ ഈ പുതിയ നിയമത്തിലുമുണ്ട്. ആകെ ചെയ്തത് 1999 ശേഷം റിസർവ് ബാങ്കും സെബിയുമെല്ലാം മൂലധന സമാഹരണത്തിന് ഒരുപാട് നൂതനമായ രീതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ബോണ്ടും ഡിബെഞ്ചറും ഒക്കെ മാത്രമല്ല, ഈ പുതിയ രീതികൾ വഴിയായും വായ്പ എടുക്കുന്നതിനുള്ള അനുവാദം കിഫ്ബിക്ക് നൽകി. 1999 മുതൽ 2020 വരെ 9 തവണ C&AG
ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് 9 തവണ. ഈ 2020 ഇപ്പോൾ കരടായിട്ടുള്ള ഇൻസ്പെക്ഷൻ ഈ റിപ്പോർട്ടിന് പുറത്ത് ഒരിക്കൽ പോലും ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞിട്ടില്ല. ഈ 1999-നും 2016-നും ഇടയ്ക്ക് ഭരണഘടന മാറിയിട്ടുണ്ട്. കിഫ്ബിയിൽ വന്ന മാറ്റം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പുതിയൊരു ഉദ്ദേശ ലക്ഷ്യമില്ല. പിന്നെ എന്താ മാറ്റം വന്നിരിക്കുന്നത്? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. ഇനി വായ്പ എടുത്ത കണക്കെടുക്കുക. 1999 കിഫ്ബി ഇത് രൂപീകരിച്ചപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് 507 കോടി രൂപ വായ്പ എടുത്തു. UDF സർക്കാർ വന്നു. 2002 അവരും കടപ്പത്രം ഇറക്കി, ബോണ്ട് ഇറക്കി. പക്ഷെ മേടിക്കാൻ ആളുണ്ടായില്ല, 10 കോടിയേ കിട്ടിയുള്ളൂ. 2003 വീണ്ടും ഇറക്കി, അപ്പോൾ 506 കോടി രൂപ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ 1000-ൽ പരം കോടി രൂപ പഴയ ഈ ഭേദഗതി നിയമ ഭേദഗതി 2016 വരുന്നതിന് മുമ്പ് കേരള സർക്കാർ വായ്പ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ 3000 ചില്ലാനം കോടി രൂപ C&AG ഓഡിറ്റ് നടത്തുമ്പോൾ വായ്പ എടുത്തിട്ടുണ്ട്. ഈ 2 വായ്പകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയാം. നേരത്തെ കിഫ്ബി വഴി സമാഹരിക്കുന്ന പണം ബഡ്ജറ്റിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാമായിരുന്നു. ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. കിഫ്ബി വഴി വായ്പ എടുത്ത് സർക്കാരിൻ്റെ ദൈനംദിന ചെലവിന് പണം ഉപയോഗപ്പെടുത്തി. അടുത്ത ഇടതുപക്ഷ സർക്കാർ വന്നപ്പോഴാണ് പിന്നെ ഈ പണമൊക്കെ തിരിച്ചടച്ചത്. ഇപ്പോഴോ പുതിയ നിയമപ്രകാരം കിഫ്ബി വഴി എടുക്കുന്ന പണം ഒരു പൈസ പോലും സംസ്ഥാന സർക്കാരിലേക്ക് ഖജനാവിലേക്ക് പോകാൻ പറ്റില്ല, സംസ്ഥാന ബഡ്ജറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ധന ഉത്തരവാദിത്ത നിയമത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന പുതിയ നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ കിഫ്ബി സർക്കാരല്ല, സർക്കാർ ഉടമസ്ഥയിലുള്ള ബോഡി കോർപ്പറേറ്റാണ്, ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. അതുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ അനുവാദത്തോടു കൂടി വിദേശത്ത് നിന്ന് വായ്പ എടുക്കാം, എല്ലാ കോർപ്പറേറ്റ് ബോഡികളെയും പോലെ. നിയമവിധേയമായിട്ട് നിയമത്തിൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സംസ്ഥാനത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് എത്ര വേണമെങ്കിലും വായ്പ എടുക്കാം. ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും കോർപ്പറേറ്റ് ബോഡികൾ ഇങ്ങനെ വലിയ തോതിൽ വായ്പ എടുക്കുന്നുണ്ട്, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു കോർപ്പറേറ്റ് ബോഡിക്ക് മാത്രം ഇത് പാടില്ല എന്ന് പറയുന്നത് അല്ല, ഇനി സംസ്ഥാന സർക്കാരുകളുടെ കോർപ്പറേറ്റ് ബോഡികൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്നതിന് തുല്യമാണ്. നമ്മുടെ ഒരു വഴി അടക്കുകയാണ്. ഇതിന് കൂട്ടുനിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. 2016 കിഫ്ബി നിയമ ഭേദഗതിക്ക് മുമ്പ് 5 പരിശോധന നടന്നു. ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ എടുക്കുന്ന വായ്പകൾ അനധികൃതമാണെന്നോ ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പിന്നെ ഈ നിലപാട് മാറ്റാൻ എന്തുണ്ടായി? 2017 C&AG റിപ്പോർട്ടിലാണ് ഒരു പരാമർശം വന്നതിനായിട്ട്. ബഡ്ജറ്റിൽ പറഞ്ഞ അത്രയും പണം ചിലവാക്കിയില്ല, ലക്ഷ്യമിട്ടത് കിഫ്ബി വഴി. അതൊക്കെ മാധ്യമങ്ങൾ വരികയും ചെയ്തതാണ്. 2018 ഒരു വിമർശനം വന്നു, ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുന്നില്ല. 2020 ഓഡിറ്റിൽ എങ്ങനെ വന്നു? ഈ ഓഡിറ്റിന് ഒരു പൂർവ്വ ചരിത്രമുണ്ട്, കേരളത്തിലെല്ലാവർക്കും അറിയാതെ. C&AG കിഫ്ബിയുടെ ഓഡിറ്ററായിട്ട് C&AG നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കിഫ്ബി അതിന് മറുപടി നൽകി. കിഫ്ബി നിയമപ്രകാരം ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാർ വേറെയുണ്ട്, പക്ഷേ
CNTG-ക്ക് എന്ത് വേണമെങ്കിലും പരിശോധിക്കാം. അതിന് 14(1) വകുപ്പ് അധികാരം നൽകുന്നുണ്ട്. അത് പ്രകാരം പരിശോധിച്ചോളൂ എന്ന് CNTG ഒരു നിലപാടെടുത്തു. 14(1) പ്രകാരമുള്ള അധികാരം പൂർണ്ണമല്ല, സമഗ്രമല്ല. അതിന് 20-ാം വകുപ്പ് പ്രകാരം ഞങ്ങൾക്ക് അനുമതി തന്നെ. നമ്മൾ പറഞ്ഞു 20-ാം വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ 14(1) പ്രകാരം ഓഡിറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾക്കുള്ളതാണ്. CNTG ഇത് ഫലത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രതിപക്ഷ നേതാവ് വിടാൻ തയ്യാറല്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ CNTG-യുടെ ഓഡിറ്റ് നിഷേധിക്കുന്ന കേരള സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. പ്രതിപക്ഷ നേതാവേ, കിഫ്ബി എന്ന് പറഞ്ഞു തുടങ്ങിയല്ലോ. 2002 UDF ഭരിക്കുമ്പോൾ ഇപ്പം എഴുതിയ പോലുള്ള കത്ത് UDF സർക്കാരിന് എഴുതിയിട്ടുണ്ട്. കിഫ്ബിയുടെ ഓഡിറ്ററായിട്ട് CNTG നിശ്ചയിക്കണമെന്ന്. അന്ന് ഇന്നിപ്പോൾ കേരള സർക്കാർ എഴുതിയ പോലെ കത്ത് തന്നെ UDF സർക്കാർ എഴുതിയത്. കിഫ്ബി നിയമപ്രകാരം അതിന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വേറെയുണ്ട്. CNTG പരിശോധിക്കുക, അതിനുള്ള അധികാരമുണ്ട്. അങ്ങനെയാണ് 5 തവണ പരിശോധന ആ കാലയളവിൽ നടന്നത്. പക്ഷെ അതൊക്കെ മറന്നിട്ട് ഇന്നിപ്പോൾ തികച്ചും അസംബന്ധം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. CNTG-യെ പരിശോധിക്കാനായിട്ട് അനുവദിച്ചില്ല എന്ന്. ഏതായാലും ഈ വർഷം ആദ്യമായപ്പോൾ സമഗ്ര പരിശോധനയ്ക്ക് തീരുമാനമെടുത്തു. ജനുവരി മാസത്തിൽ ആരംഭിച്ചു. കിഫ്ബി എങ്ങനെയാണ് സഹകരിച്ചത്? ചോദിച്ച കടലാസ് കൊടുക്കുക മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം ഓൺലൈനാണ്. അതിലേക്കുള്ള പാസ്വേഡ് തന്നെ CNTG-ക്ക് കൈമാറി. ഞങ്ങളുടെ അനുവാദം വേണ്ട. കിഫ്ബിയുടെ CEO-ക്ക് കാണാൻ പറ്റുന്ന എല്ലാ കടലാസുകളും രേഖകളും CNTG-ക്ക് തുറന്നു കൊടുത്തു. ചെറിയ പരിശോധനയല്ല കേട്ടോ. 76 ഓഡിറ്റ് ക്വറീസാണ് 8 മാസം കൊണ്ട് തന്നു. 76. അതിനൊക്കെ മറുപടിയും കൊടുത്തു. ചെറിയ മറുപടിയല്ല, വിശദമായി തന്നെ. ഓഡിറ്റ് ടീമിന് തൃപ്തിയായി. എക്സിറ്റ് മീറ്റിംഗ് നടത്തി. ഒരു ക്രമക്കേടുമില്ല. അങ്ങനെയുള്ള ആക്ഷേപം AG-ക്കില്ല. പക്ഷേ അന്ന് ഇവിടെ നിന്ന് പോയ സർക്കാരിൻ്റെ പ്രതിനിധികളോട് പാതി തമാശയും പാതി ഗൗരവത്തിലും AG പറഞ്ഞ ഒരു വാചകത്തിൻ്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം പറയണേ, ശരി ഞങ്ങൾ ചിലത് എഴുതി വെക്കുന്നുണ്ട്, അപ്പം കാണാം, അപ്പം മനസ്സിലാക്കാം. ഒരു ഭരണഘടനാ സ്ഥാനം വഹിക്കുന്നൊരു ആൾക്ക് പദവിക്ക് യോജിച്ചിട്ടുള്ളതാണ്. നേരത്തെ തന്നെ AG കത്തെഴുതിയതും സംസ്ഥാന സർക്കാർ മറുപടി നൽകിയതും പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു? പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫിൽ ആർക്കൊക്കെയാണ് സൗഹൃദ ബന്ധം എന്നൊക്കെ നമുക്ക് അന്നേ അറിയാഞ്ഞിട്ടല്ല കേട്ടോ. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും ഒന്നും പറഞ്ഞില്ല. AG എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായിട്ട് ഒരു വാചകം പോലും നിയമസഭയിലോ പുറത്തോ പറഞ്ഞിട്ടില്ല. മോട്ടീവ്സിനെ ചോദ്യം ചെയ്തുകൊണ്ട്. പക്ഷേ ഓഡിറ്റ് വേളയിൽ ഒരിക്കൽ പോലും ചോദിക്കാത്ത ഒരു പ്രശ്നം, കിഫ്ബിയുടെ ഭരണഘടനാ സാധുതയെക്കുറിച്ച്, വായ്പയുടെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കണ്ടേ? 76 ക്വറീസ് കിഫ്ബിക്ക് നൽകിയ AG-ക്ക് ഒരു ചോദ്യം ഒരു പ്രാവശ്യം ചോദിക്കണ്ടേ? ചോദിച്ചില്ല. എക്സിറ്റ് യോഗത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രയോഗമല്ലാതെ ഇങ്ങനെ ഞങ്ങൾക്ക് സംശയമുണ്ട്, എന്താ നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിച്ചില്ലല്ലോ. എന്നിട്ട് കരട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അയച്ചിരിക്കുകയാണ്. അവിടെയാണ്
ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ BJP സർക്കാർ അവരുടെ ഇംഗിതത്തിന് നിർത്തിക്കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ഗൗരവമായിട്ടുള്ള പ്രശ്നമായിട്ട് ഞങ്ങളിന്ന് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയിരിക്കുന്നത്, ഈ സർക്കാരിന് ഈ വായ്പ ബാധ്യതയായിട്ട് വരുമെന്നൊക്കെ AG പറയുന്ന വേളയിൽ സർക്കാർ ഈ കിഫ്ബി എടുത്തിട്ടുള്ള വായ്പ 3200 കോടി രൂപ മാത്രമാണ്. സർക്കാർ 3300 കോടി രൂപ, അതിനേക്കാൾ കൂടുതൽ നികുതി വിഹിതമായി കൊടുത്തു. കോർപ്പസ് ഫണ്ടിലേക്ക് 2500, ഏതാണ്ട് 5500 കോടി രൂപ സർക്കാർ കൊടുത്തിരിക്കുക. അപ്പോഴാണ് എടുത്തിരിക്കുന്ന 3200 കോടി രൂപ അത് ബാധ്യതയായി തീരും എന്നും പറഞ്ഞ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിൻ്റെ നിർദ്ദേശമായിട്ട് ഒരു വ്യാഖ്യാനമായിട്ട് AG വന്നിരിക്കുന്നത്. കിഫ്ബി വായ്പകൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. എന്തുകൊണ്ടാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ലാതെ വരുന്നത്? ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൽ അക്കൗണ്ടിൽ പെടുത്തിയിട്ടുള്ള ചെലവുകൾക്ക്, ചില സ്കീമുകൾക്കുള്ള ചെലവുകൾക്ക് ബഡ്ജറ്റിൽ പണമില്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വായ്പയെടുത്ത്, ആ വായ്പ എടുക്കുന്ന ബഡ്ജറ്റ് കണക്കിൽ വന്നിട്ടില്ല. ബഡ്ജറ്റ് കണക്കിൽ കേന്ദ്ര സർക്കാർ അനുവാദം കൊടുക്കുന്ന വായ്പ മാത്രമേ ഉള്ളൂ. അങ്ങനെ പുറത്ത് സ്ഥാപനങ്ങൾ വഴി വായ്പ എടുത്ത് പണം ചെലവഴിക്കുന്നതിനെയാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. ഇതങ്ങനെയായില്ലെന്ന്. എങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയി തീരും? കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇതിലെ പ്രൊജക്റ്റുകളൊന്നും ബഡ്ജറ്റിൽ ചെലവായിട്ട് വകയിരുത്തിയിട്ടില്ല. ബഡ്ജറ്റിന് പുറത്തുള്ള ചെലവുകളാണ്. 2, ഇതൊരു ഭാവിയിലൊരു ബാധ്യതയുണ്ടാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത പോലെ നികുതി വിഹിതം, മോട്ടോർ വാഹന നികുതിയുടെ പകുതി, അതുപോലെ പെട്രോൾ സെസ്, അത് കൊടുക്കുന്നതോടെ സർക്കാരിൻ്റെ ബാധ്യത തീർന്നു. അയ്യോ, അത്രയും സർക്കാരിൻ്റെ ബാധ്യത തീർന്നെങ്ങനെ പറയുന്നത്? സർക്കാരിന് ഗ്യാരണ്ടി ഇല്ലേ? കിഫ്ബി പണം കൊടുത്തില്ലെങ്കിൽ അത് ബാധ്യതയായി സർക്കാരിന് വരില്ലേ? വരില്ല. എന്തുകൊണ്ട് വരില്ല? കിഫ്ബിയുടെ പ്രവർത്തന രീതി അതാണ്. വളരെ സങ്കീർണമായ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയും. എന്നാൽ അടുത്തൊരു 10 വർഷക്കാലത്തേക്ക് ഓരോ മാസവും കിഫ്ബിക്ക് വേണ്ടി വരുന്ന ബാധ്യത എന്ത്, കൊടുക്കേണ്ടി വരുന്ന ബാധ്യത എന്ത്, മേടിച്ച വായ്പയുടെ പണം തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അനുവദിച്ച പ്രൊജക്റ്റുകൾ, അതിൽ നിന്ന് എന്ത് ചെലവ് കൊടുക്കണം, അതാണ് ഓരോ മാസവും വരുന്ന ബാധ്യത. അസറ്റ് എന്താണ്? സംസ്ഥാന സർക്കാർ നൽകുന്ന പണം നികുതി വിഹിതമായിട്ട്. 2, കിഫ്ബി കൊടുത്ത വായ്പയിൽ നിന്നുള്ള തിരിച്ചടവ്. കിഫ്ബി നൽകുന്ന വായ്പയിൽ 25% തിരിച്ചടവ് ഉള്ളതാണ്, പലിശയും മുതലും. ഇപ്പം തന്നെ കിഫ്ബിക്ക് 405 കോടി രൂപ തിരിച്ചു കിട്ടി. ഇവിടെ പെട്രോ കെമിക്കൽ പാർക്കിന് 1000 കോടി രൂപ വായ്പ നൽകി. അതിൽ 405 കോടി രൂപ ആ ഭൂമി നമ്മുടെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് വിറ്റപ്പോൾ പണം കിട്ടി, പലിശ സഹിതം തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇങ്ങനെ കിട്ടുന്ന വരുമാനം, ഇത് രണ്ടുമാണ് കിഫ്ബിയുടെ അസറ്റ്. ഇത് അടുത്തൊരു 10 വർഷത്തേക്ക് കൃത്യമായിട്ട് പ്രവചിക്കാമെന്ന്. ഓരോ മാസവും ചെലവിനേക്കാൾ, ലയബിലിറ്റിയേക്കാൾ ഉയർന്നതാണോ അസറ്റ്? അല്ല, ഉയരാതെ വന്ന എന്ത് ചെയ്യും? പ്രൊജക്റ്റിൻ്റെ ചെലവുകൾ നിർത്തും, പ്രൊജക്റ്റുകൾ നിർത്തും. പ്രൊജക്റ്റുകളെ ഇതിന് അനുസരിച്ച് ക്രമീകരിച്ച് മാത്രമേ പ്രൊജക്റ്റുകൾ നൽകൂ. ഏതൊരാൾക്കും മാധ്യമപ്രവർത്തകർക്ക് വേണമെങ്കിൽ ഞങ്ങളൊരു അതിൻ്റെ അവതരണം നടത്താം, എങ്ങനെയാണ് കിഫ്ബി ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും പ്രൊജക്റ്റ്, ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഉള്ള ലയബിലിറ്റി ഗ്രാഫല്ല ഇപ്പോൾ ഉള്ളത്. കാരണം പ്രൊജക്റ്റുകൾ കാലതാമസം വരുന്നു,
പല ഭൂമി ഏറ്റെടുക്കൽ പ്രൊജക്റ്റുകൾ ഇപ്പോഴെങ്കിലും നടക്കുന്നില്ല, ഒരുപാട് സമയമെടുക്കും. ആ ഡേറ്റ ഇതിൽ എൻട്രി ചെയ്യുമ്പോൾ, ആ പ്രോജക്റ്റ് സംബന്ധിച്ച് എൻട്രി ചെയ്യുമ്പോൾ അതനുസരിച്ച് ഗ്രാഫ് മാറും. ഒരു കാരണവശാലും അസറ്റിനേക്കാൾ കൂടുതൽ ലയബിലിറ്റി വരുന്ന ഒരു മോഡലിലേക്ക് പോവില്ല, സ്ഥിതിവിശേഷത്തിലേക്ക് പോവില്ല. അതുകൊണ്ട് ഒരു ഭാവി ബാധ്യതയില്ല. ഇതാണ്, അതുകൊണ്ട് ഇത് ഓഫ് ബഡ്ജറ്റ് ബോറിയിങ്ങേ അല്ല. യഥാർത്ഥം പറഞ്ഞാൽ കിഫ്ബി വേണമെങ്കിൽ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ആനുവിറ്റി മോഡലുണ്ട്, അതാണെന്ന് പറയാം. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ ടെൻഡർ വിളിച്ചു, ഇത്രയും റോഡ് ഉണ്ടാക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. 20 വർഷം കൊണ്ടേ പണം തിരിച്ചു തരൂ. അപ്പോൾ കോൺട്രാക്ടർ എന്താ ചെയ്യണം? 20 വർഷത്തേക്ക് വരുന്ന പലിശ കൂടി കണക്കിലെടുത്തിട്ടാണ് ടെൻഡർ വിളിക്കുന്നത്. നമ്മൾ 20 വർഷം കൊണ്ടാണ് ആനുവിറ്റീസായിട്ട് തുല്യ തുകയായിട്ട് ഇത് അടക്കുന്നത്. കിഫ്ബി ഏതാണ്ടതുപോലെയാണ്. സർക്കാർ കൊടുക്കുന്ന ആനുവിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ടുള്ള പ്രൊജക്റ്റുകളെ എടുക്കത്തുള്ളൂ. പക്ഷേ ഈ ആനുവിറ്റി സ്ഥിരമായിട്ട് നിൽക്കുന്നതെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുവിറ്റിയാണ്. മോട്ടോർ വെഹിക്കിൾസ് ടാക്സ് കൂടുന്തോറും നൽകുന്ന ആനുവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഒരു 20 വർഷം കൊണ്ടേ പണം തിരിച്ചു തരൂ. അപ്പോൾ കോൺട്രാക്ടർ എന്താ ചെയ്യണം? 20 വർഷത്തേക്ക് വരുന്ന പലിശ കൂടി കണക്കിലെടുത്തിട്ടാണ് ടെൻഡർ വിളിക്കുന്നത്. നമ്മൾ 20 വർഷം കൊണ്ടാണ് ആനുവിറ്റീസായിട്ട് തുല്യ തുകയായിട്ട് ഇത് അടക്കുന്നത്. കിഫ്ബി ഏതാണ്ടതുപോലെയാണ്. സർക്കാർ കൊടുക്കുന്ന ആനുവിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ടുള്ള പ്രൊജക്റ്റുകളെ എടുക്കത്തുള്ളൂ. പക്ഷേ ഈ ആനുവിറ്റി സ്ഥിരമായിട്ട് നിൽക്കുന്നതെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുവിറ്റിയാണ്. മോട്ടോർ വെഹിക്കിൾസ് ടാക്സ് കൂടുന്തോറും നൽകുന്ന ആനുവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഒരു ഗ്രോയിങ് ആനുവിറ്റി സ്കീം എന്ന് വേണം വിളിക്കുക. ഇതാണ് ആധുനിക ഫിനാൻസിൽ കിഫ്ബിയുടെ മോഡലിനെ വിശേഷിപ്പിക്കുന്നത്, ഗ്രോയിങ് ആനുവിറ്റി ഫിനാൻസ് സ്കീം. ഇതൊക്കെ മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ആധുനിക ധനകാര്യ സങ്കേതങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ ഓഫ് ബഡ്ജറ്റാണ്, കടക്കിണിയിലേക്ക് പോകും എന്ന് CNDAGയും പ്രതിപക്ഷവും പറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നിയമസഭ ഉന്നയിച്ചതും AG ഇപ്പോഴത്തെ കരട് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു, അനുച്ഛേദം 293(1) വിരുദ്ധമാണ് കിഫ്ബി വായ്പ എടുക്കുന്നത്. 293(1) എന്തിനെക്കുറിച്ചാണ്? സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുന്നതിനെ കുറിച്ചാണ്. ആ നിയമമൊക്കെ സർക്കാർ പാലിക്കുന്നുണ്ട്. കിഫ്ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. ആ കോർപ്പറേറ്റ് ബോഡി അത്തരത്തിലുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് ബോഡികൾ വായ്പ എടുക്കുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലെയും കോർപ്പറേറ്റ് ബോഡികൾ വായ്പ എടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഈ അവകാശം നിഷേധിക്കുന്നതിന് AG ഇത്തരത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അറിയേണ്ടതുണ്ട്. പറയുന്നതിന് മുമ്പ് ഒന്ന് ഓർത്തോളൂ, 2001-2006 വരെയുള്ള UDF സർക്കാരും കിഫ്ബി ഉപയോഗിച്ച് വായ്പ എടുത്തിട്ടുണ്ട്. അന്ന് നിങ്ങളും ഇന്ന് കൊടുത്തതുപോലെ CNDAGക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ ബഡ്ജറ്റിൽ കിഫ്ബി എന്നുള്ള പേരില്ലെങ്കിലും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഓർത്തിട്ട് ഇന്ത്യയിലാകമാനം നടക്കുന്ന കാര്യത്തെക്കുറിച്ചും പറയേണ്ടതുണ്ട്. ഏതായാലും പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ കേരളത്തിൻ്റെ ഭാവിയെ എങ്ങനെ കാണുന്നത്? ഞങ്ങളുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് കേട്ടോ. കോവിഡാനന്തര കേരളത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ മാതൃഭൂമി ലേഖനം, ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് വേഗത്തിലുള്ള വളർച്ച നമുക്ക് ഭാവിയിൽ വേണം. എങ്ങനെയാണുള്ള പണം കണ്ടെത്തുന്നത്? നമ്മുടെ പണത്തിൻ്റെ നല്ലൊരു പങ്ക്, നമ്മുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് പണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്നും ഇനിയും നാളെയും അങ്ങനെയായിരിക്കും.
വിദ്യാഭ്യാസം, ആരോഗ്യമല്ല. പക്ഷേ കേരളത്തിലെ റോഡുകളെല്ലാം ഒന്നാം തരമാക്കണമെന്നുണ്ടെങ്കിൽ 50,000 കോടി വേണം. കേരളത്തിന് ഒരു 2ാം പാത റെയിൽ വേണം എന്നുണ്ടെങ്കിൽ 75,000 കോടി വേണം. കേരളത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ് ചുരുങ്ങിയത് ഒരു 30,000-40,000 കോടി വേണം. ഇൻഡസ്ട്രിയൽ കോറിഡോർ അതിനുവേണ്ടി വരുന്നത്. ഇതില്ലാതെ എന്ത് കേരളം? നാളത്തെ എന്ത് കേരളം? പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ പറയൂ, നിങ്ങൾ കിഫ്ബിയുടെ മോഡൽ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള മാർഗം എന്ത്? ഇതാണ് എൻ്റെ ചോദ്യം. പക്ഷേ മൂക്കിനപ്പുറം കാണാതിരിക്കുക. അധികാര കൊതിമൂത്തിട്ട് ഇന്ന് എന്ത് പറഞ്ഞാലും എന്ത് വിളമ്പിയാലും ഇപ്പം നടക്കുന്നതിനൊക്കെ തടസ്സപ്പെടുത്താൻ അറിയുക. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ അവഗണിക്കുന്ന, ബലി കൊടുക്കുന്ന ഒരു നയസമീപനം കൈക്കൊള്ള. ഇതാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. കേരളം എന്താ ചർച്ച ചെയ്യേണ്ടത്? ഒരു നാട്ടിലെയും ജനങ്ങൾ ഏത് തദ്ദേശ ഭരണ സ്ഥാപനം എടുത്തോളുന്ന് കിഫ്ബിയുടെ കയ്യൊപ്പില്ലാത്തൊരു തദ്ദേശ ഭരണ സ്ഥാപനം കേരളത്തിലുണ്ടാവും. റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, പാർക്കുകൾ, ഈ തോതിൽ ഒരു 5 വർഷവും കൂടി കേരളത്തിൽ നിക്ഷേപം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നാടെങ്ങനെ മാറും? UDF പറയുന്നത് ഇത് വേണ്ടെന്നാണ്. ഇതിനു വേണ്ടിയിട്ട് നൂതനമായ രീതികൾ അവലംബിക്കാൻ പാടില്ലെന്നുള്ളതാണ്. തുടങ്ങി വെച്ചിരിക്കുന്നതിന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നല്ല, തകർക്കുക എന്നുള്ളതാണ്. അതും BJPയുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട്. ഈ വഞ്ചന കേരളം പൊറുക്കില്ല. ഇതാണ് രാഷ്ട്രീയം. ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. അതോടെ കേരള സർക്കാരും കൃത്യമായ നിലപാടെടുക്കും, കോടതിയെ തീരുമാനമുണ്ടെങ്കിൽ. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങാൻ പോയാൽ ജനങ്ങളോട് പറയാൻ വേണ്ടി ഇറങ്ങിയാണ്. യെസ്, ചോദ്യങ്ങളാവും. അത് ശരി, രാഷ്ട്രീയം പാടില്ല തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ എന്ന് മുതൽ തുടങ്ങിയത്. ഞാൻ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്യണം. അതിനോട് ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയും. ആ രാഷ്ട്രീയം ഇല്ലാത്ത എന്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയണത്? രാമായണം മുഴുവൻ കഴിഞ്ഞിട്ടും പിന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ? ഞാൻ പറഞ്ഞില്ലേ, 2001-2006 UDF ഭരണകാലത്തും കിഫ്ബിയുണ്ട്. AG ഇതുപോലെ ഓഡിറ്റ് ആവശ്യപ്പെട്ടു. ഞങ്ങളെ ഓഡിറ്റല്ല, ഞങ്ങളെ ഓഡിറ്ററായി നിശ്ചയിക്കണമെന്ന്. അന്നും കേരള സർക്കാരില്ല. കിഫ്ബി നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വേറെയാണ്. AG 14(1) വെച്ച് പരിശോധിക്കാനാണ് പറഞ്ഞത്. LDF ഭരണം വന്നു. കിഫ്ബിയുടെ നിയമത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തി. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും മാറുന്നില്ല. AG അന്നത്തെ കത്ത് തന്നെ അയച്ചു, അന്നത്തെ മറുപടി തന്നെ കൊടുത്തു. മറിച്ച് ഞാൻ പറഞ്ഞെന്താ, 2020 ഏറ്റവും സമഗ്രമായി 76 ഓഡിറ്റ് ക്വറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതാണെന്ന് അങ്ങോട്ട് ധാരണ. എന്തെങ്കിലും മറച്ചു വെച്ചിട്ടാണോ ഒന്ന്? മുഴുവൻ രേഖകളും പരിശോധിക്കാൻ, മുഴുവൻ പേപ്പർലെസ് ഓഫീസാണ്. മുഴുവൻ രേഖകൾക്കുമുള്ള പാസ്വേഡ് കൊടുത്തല്ലോ. ഓഡിറ്റ് കഴിഞ്ഞിട്ടും പിന്നെയും ഞങ്ങൾക്ക് 3 മാസവും കൂടി വേണമെന്ന് പറഞ്ഞിട്ടും അതനുവദിച്ചു.
പൂർണ്ണമായിട്ട് സഹകരിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് വന്നു. ആ ഓഡിറ്റ് അന്വേഷണ വേളയിൽ ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത ചോദ്യം എക്സിറ്റ് മീറ്റിങ്ങിൽ പോലും ഉന്നയിക്കാത്ത കാര്യം റിപ്പോർട്ടായിട്ട് എഴുതി വെക്കാം. എന്നിട്ട് പോണ പോക്കിലെ ഉദ്യോഗസ്ഥന്മാരോട് പറയാ, ഞങ്ങൾ ചിലത് എഴുതി വെക്കുന്നുണ്ട്, കണ്ടോ. ആ ഭീഷണിയൊന്നും കേരളത്തോട് വേണ്ട. അത് BJP കേന്ദ്ര സർക്കാരിനോടും അവരുടെ നിയന്ത്രണത്തിൽ വരുന്ന ഏത് ഏജൻസിയോടും ഞങ്ങൾ പറയുന്നു. ഈ സംസ്ഥാനത്തെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താമെന്ന് ഒരാളും കരുതണ്ട. അതിന് പ്രതിപക്ഷം കൂട്ടുനിന്നാലും കേരളം അനുവദിക്കില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനത്തുള്ള ആക്ഷേപമൊന്നും ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചില്ല. പക്ഷെ എല്ലാവർക്കും അറിയാമെന്ന് ആർക്കൊക്കെയായിരുന്നു അദ്ദേഹത്തുള്ള സൗഹൃദ ബന്ധം എന്നുള്ളതൊക്കെ. ചോദിച്ചോ? അത് വല്ല ക്രിമിനൽ കേസും സിവിൽ കേസും ഒക്കെയാണ്. സംസ്ഥാനത്തിന് വായ്പ എടുക്കാനില്ല, അധികാരമില്ല എന്നുള്ള രാഷ്ട്രീയ നിലപാടിന് അദ്ദേഹം എങ്ങനെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് കേസ് കൊടുക്കാൻ പോണു? ക്രിമിനൽ കേസുകൾ, സിവിൽ കേസുകൾ, ഇതൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്യാമെന്ന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഭരണഘടനാ പ്രശ്നം, സംസ്ഥാനത്തിൻ്റെ അധികാരം സംബന്ധിച്ചുള്ള ഭരണഘടനാ പ്രശ്നത്തിൽ BJPക്ക് വേണ്ടിയിട്ട് വക്കാലത്തെടുക്കാൻ KPCC സെക്രട്ടറി പോകുന്നതിന് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുക? നേരത്തെ ഈ പറഞ്ഞ ആരോപണം തന്നെയാണ്. ഈ മനസ്സിലാക്കിയെടുത്തോളം ഈ CAGയുടെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അത്തരത്തിലൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ടില്ലാത്ത ഒരു സംഭവത്തിൽ ഈ വരാനിടയുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത് മുന്നിൽ കണ്ടു തന്നെയാണോ, രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തന്നെയാണോ ഇപ്പോൾ ഈ പരസ്യമായിട്ടുള്ള പ്രതികരണം? ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സർക്കാരിന്റെ പദ്ധതികളിൽ തകർക്കാൻ ED കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണം ഈ പത്രക്കുറിപ്പിലുണ്ട്. അത്തരത്തിൽ തന്നെ അതിനെ നേരിടാനാണോ ഇപ്പോൾ സർക്കാർ അതിനെ? അതെ, ഞാൻ ഉദ്ദേശിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇത് AG നിയമസഭയിൽ വെച്ച് PAC പരിശോധിച്ച് അങ്ങനെ പോകുന്നതാണ് അതിൻ്റെ രീതി. എന്നാൽ അതിനപ്പുറം ചില അർത്ഥങ്ങൾ ഇന്ന് ഇത്തരത്തിൽ ഈ 1999 മുതൽ 9 തവണ AG പരിശോധന നടത്തിയപ്പോഴും ഉന്നയിക്കാത്ത ഒരു ഭരണഘടനാ പ്രശ്നം ഇന്ന് ഒരിക്കൽ പോലും സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ച ചെയ്യാതെ, എക്സിറ്റ് മീറ്റിങ്ങിൽ പോലും സൂചിപ്പിക്കാതെ ഉന്നയിക്കുമ്പോൾ അത് ഈ EDയുടെയൊക്കെ ചുവട് പിടിച്ചുള്ളൊരു നീക്കമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും, ഒരു സംശയ കരുത്തി വേണ്ട. ഏതാണ്? അല്ല, ഗൂഢാലോചന കഴിഞ്ഞാൽ ഇങ്ങനെ ഇവർ രണ്ടുപേരും കോൺഗ്രസും BJPയും ചേർന്ന് കേസ് കൊടുക്കുക, ആദ്യം നിയമസഭയിൽ ഉന്നയിക്കുക, പിന്നെ നിർത്തിവെക്കുക, അത് തന്നെ കേസായിട്ട് മാറാം. അവസാനം ആ കേസിൽ ഇങ്ങനെ C&G കക്ഷി ചേർക്കുക. അങ്ങനെ കക്ഷി ചേർക്കാൻ വെച്ചാൽ C&G നേരത്തെ ചർച്ച ചെയ്യാത്ത ഒരു പ്രശ്നം, ഒരു ഭരണഘടനാ വ്യാഖ്യാനം റിപ്പോർട്ടിൽ കൊണ്ടുവരിക. ഇതൊന്നും നമ്മളെന്താ മണ്ടന്മാരാണ് മനസ്സിലാക്കാതിരിക്കാൻ?
നമ്മൾ സാധാരണഗതിയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാറില്ല. അത് വളരെ ശരിയാണ്. പക്ഷേ ഇത് അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസനം അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. അതിന് സർക്കാർ എടുത്തിരിക്കുന്ന ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങൾ, ഇന്നിപ്പോൾ കേരളം എങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെന്ന് ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മൂലം. ഇതുപോലൊരു 5 വർഷം കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ മാറുമെന്ന് നിങ്ങളും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അത് തകർക്കാനുള്ള നീക്കം ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് ശക്തമായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് പറയാനാണ് ഈ പത്രസമ്മേളനം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, ഈ ട്രഷറി തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് സർക്കാർ പോയ കാര്യം എന്താണ്? ഏതാ ട്രഷറി തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്നൊരു തരത്തിലേക്ക് സർക്കാർ പോയ കാര്യം എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട്, എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട്. വേറെ ആർക്കുമല്ല, ഞാനാ മന്ത്രി. അതിൽ തട്ടിപ്പ് നടന്നവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 2, അതിനെക്കുറിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി നടത്തി. 3, ആ ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറി നടത്തുന്ന വേളയിൽ ഫങ്ഷണൽ ഓഡിറ്റ്, സെക്യൂരിറ്റി ഓഡിറ്റ്, 2 ഓഡിറ്റുകൾ. ചൂരി മാധ്യമങ്ങളെ കാണുകയാണ്. Beyond that. തത്സമയ സംപ്രേഷണം. Comrade Kodiyeri Balakrishnan has a health problem and he needs medical attention. And for that reason, the Secretariat decided and he offered that he should step down because he is unable to devote as much energy as he would have normally. So therefore an interim arrangement has been made. The statement issued by the Secretariat is complete and very self-explanatory. There is nothing more to add to that. Okay. There is only health issue. That's it. There is only a health issue. Everybody knows in Kerala that he has got a health issue. സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അവധിയിൽ പ്രവേശിച്ചതിനെ സംബന്ധിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു തീരുമാനം ഇപ്പോൾ അദ്ദേഹം കൈക്കൊണ്ടത് എന്ന വിശദീകരണമാണ് CPIM ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഐസക്കിൻ്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിലേക്ക് ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഗ്ലിച്ചസ് ഉണ്ടാവും. ആ ഗ്ലിച്ചസ് ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തുന്നുണ്ട്. ഇനി നിങ്ങൾ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഞാൻ പരിശോധിക്കാം അത് എങ്ങനെയാണ് അറിഞ്ഞ ശേഷം എന്ത് നടപടി സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ചെയ്യുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള ഫങ്ഷൻ ഓഡിറ്റാണ്. ഫങ്ഷൻ ഓഡിറ്റ് ഇതുവരെ നടന്നിരിക്കാൻ കാരണം ഓൺഗോയിങ് ട്രഷറി സോഫ്റ്റ്വെയറാണ്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ, പുതിയ ഫങ്ഷൻസ് ചേർക്കേണ്ടി നിരന്തരം വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് DBT കൊണ്ടുവരിക, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഓൺലൈനാക്കി മാറ്റുക, ഓൺലൈനല്ല ട്രഷറി അക്കൗണ്ട് വഴിയാക്കി മാറ്റുക, അങ്ങനെയുള്ള നടപടികൾ എടുക്കുന്നതുകൊണ്ട് നിരന്തരം മാറ്റങ്ങൾ സോഫ്റ്റ്വെയറിൽ വരുന്നതുകൊണ്ട് ഫങ്ഷൻ ഓഡിറ്റ് പൂർത്തിയായിരുന്നില്ല. ഇന്നിപ്പോൾ ഫങ്ഷൻ ഓഡിറ്റും സെക്യൂരിറ്റി ഓഡിറ്റും പൂർത്തിയാകുമ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഇതുവഴിയായിട്ടുണ്ടാവത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകനെതിരായ മയക്കുമരുന്ന് കേസ് അദ്ദേഹം ജയിലിൽ കഴിയുന്നു. ഈ വിഷയങ്ങൾ ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. ഞാൻ വിഷയത്തിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ പറയുന്ന കാര്യം പ്രസക്തമല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പത്രസമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാൻ എന്നെ അനുവദിക്കുക, വേറൊന്നിലേക്ക് മാറി. ഇതിനെ സംബന്ധിച്ച് ഞാൻ എന്ത് വേണമെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാണ്. ഇത് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ നമ്മുടെ ഈ വികസന ഘട്ടത്തിൽ കേരള സംസ്ഥാനത്തിന് വേണ്ടത് എന്താണ്? വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം നമ്മൾ ആധുനിക കാലഘട്ടത്തിലുടനീളം സാമൂഹ്യക്ഷേമ മേഖലകളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ റോഡുകൾ തമിഴ്നാട്ടിനേക്കാൾ എത്ര മോശം, നമ്മുടെ വൈദ്യുതി സപ്ലൈ ലൈനുകൾ പുറത്തുനിന്ന് കൊണ്ടുവരാനില്ല. ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസായ പാർക്കിൽ ആർക്കെങ്കിലും ഭൂമി വില കൊടുത്ത് വാങ്ങിയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുമോ?
ഇങ്ങനത്തെ അവസ്ഥാവിശേഷമാണ് കേരളം. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് മാത്രമേ കേരളത്തിൻ്റെ വളർച്ചയെ ഒരു പുതിയ വിധാനത്തിലേക്ക് പറ്റൂ. ബഡ്ജറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റത്തില്ല. കാരണം ബഡ്ജറ്റ് കമ്മിയാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ബഡ്ജറ്റിന് പുറത്ത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വഴി വായ്പയെടുത്ത് മൂലധന നിക്ഷേപം വലിയ തോതിൽ നടത്തിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കേരളത്തിൻ്റെ നാളത്തേക്കുള്ള മാർഗമെന്ന്. ആ വഴി മുടക്കാൻ ഒരാൾ വരുമ്പോൾ, അതിന് ഭരണഘടനാ വ്യാഖ്യാനമായിട്ട് വരുമ്പോൾ അതിന് പ്രതിരോധിക്കുക തന്നെ വേണം. അതെ അത് തന്നെ കരട് മാത്രമാണ്. കരട് മാത്രം ആവുമ്പോഴും ഇത് സോ ഇമ്പോർട്ടൻ്റ് ആൻ ഇഷ്യൂ ടു കേരള ഡെവലപ്മെൻറ്റ്, ഇറ്റ് ഹാസ് ടു ബി ഡിഫെൻഡഡ്. അതിങ്ങനെ പതിവ് പോലെ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് PSCക്ക് പോകാം എന്നുള്ളതും വെച്ചൊന്നും കാത്തിരിക്കാൻ പറ്റത്തില്ല. ഞാനതിനെ കേസുമായിട്ടൊക്കെ കക്ഷി ചേർക്കുമ്പോൾ കൂട്ടി വയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പബ്ലിക് ഡൊമൈനിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് രണ്ടൊന്നും വിദ്വാന്മാരും ഇരുന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല. ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ വാർത്താ സമ്മേളനമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും BJPയും നടത്തുന്നു എന്നത് സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതിൻ്റെ വിശദമായ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് വിള്ളലും പായലും പമ്പ കടക്കും. ഒരു കൂട്ടുകാരൻ എനിക്ക് MPL ആപ്പ് റെക്കമെൻഡ് ചെയ്തു. ഞാൻ MPL ജയിക്കാൻ തുടങ്ങി. എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുന്ന സ്ത്രീയുടെ മകൻ അമിതിന് അവനൊരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു. ഡൗൺലോഡ് നൗ. വാങ്ങിയത് ഏത് കടയെന്നായാലും എക്സ്ചേഞ്ച് കല്യാണിൽ തന്നെ ചെയ്യുന്നതാണ് ടീച്ചർക്ക് നല്ലത്. ഉരച്ചു നോക്കി പറയുന്ന രീതിയല്ല കല്യാണിൽ. നിങ്ങളുടെ ആഭരണത്തിന്റെ പരിശുദ്ധി കല്യാണിൽ നിങ്ങൾക്ക് തന്നെ കൺമുന്നിൽ കണ്ടറിയാം. പഴയ സ്വർണത്തിന് കൃത്യമായ വില കിട്ടും. ഫുള്ളി ട്രാൻസ്പെറന്റ്. അവിടെ സെറ്റാ. മൈ ഹൗസ് ബ്യൂട്ടിഫുൾ. മൈ പെയിന്റ് ഫുൾ ഫൈബർ. നോ പായല് നോ വിള്ളല്. പായല് നോ വാഷിംഗ്. പായലിന്റെ ഇംഗ്ലീഷ് അറിയില്ല. എന്റെ ഇഷ്ടം വീട കാട്ടിക്കൊടുത്ത പോരെ. ദാറ്റ് ഗ്രീൻ തിങ് ബിക്കോസ് ഹിസ് പെയിന്റ് നോ ഫൈബർ. ഫുള്ള് പായല് ഫുള്ള് വിള്ളല്. സീക്രട്ട് ഓഫ് മൈ ഹൗസ് ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് വിള്ളലും പായലും പമ്പ കടക്കും. ന്യൂസ് ടൈം ബ്രോട്ട് യു ബൈ പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. ബ്ലിറ്റ്സ് അക്കാഡമി, ഓയിൽ ആൻഡ് ഗ്യാസ്, QC, MEP, ലോജിസ്റ്റിക്സ് ജോബ് ട്രെയിനർ. ഹാപ്പി വാലി ദിവാലി ആഘോഷിക്കൂ ജോയ് ആലുക്കാസിനൊപ്പം. ബൈഫ ടർമറിക് ആൻഡ് മുരിങ്ങ ഹാൻഡ് വാഷ് ഇപ്പോൾ 6 ഫ്രേഗ്രൻസിൽ. One India, one gold rate at Malabar Gold and Diamonds. കൃത്രിമ രുചിയോ നിറമോ ചേർക്കാത്ത തനി നാടൻ ഹാപ്പി അച്ചാറുകൾ. ഹാപ്പി കീപ്സ് എവരിബഡി ഹാപ്പി. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. One India, one gold rate at Malabar Gold and Diamonds. അരിസോണയ്ക്ക് പിന്നാലെ ജോർജിയയും പിടിച്ചെടുത്ത് ബൈഡൻ. 1992 ശേഷം ജോർജിയ പിടിച്ചെടുക്കുന്ന ആദ്യ ഡെമോക്രാറ്റ്. 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. ബീഹാറിൽ മഹാസഖ്യത്തെ തോൽപ്പിച്ചത് കോൺഗ്രസ് തന്നെയെന്ന് P. ചിദംബരം. പ്രവർത്തക സമിതി വിശദമായ പരിശോധന നടത്തുമെന്നും ചിദംബരം. 2000 ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ 1 ലക്ഷം രൂപ വരെ വായ്പ നൽകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. 3 വർഷം വരെ തിരിച്ചടവ് കാലാവധിയുള്ള വായ്പയ്ക്ക് 7% പലിശ. തിരുവനന്തപുരം പെരികാവിൽ +2 വിദ്യാർത്ഥിനിയെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഒരിടവേള കൂടി.
ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് വിള്ളലും പായലും പമ്പ കടക്കും. ഞങ്ങളോടൊപ്പം ആഘോഷിക്കൂ ഭീമയുടെ 96ാം ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. ഏറ്റവും പുതിയ ജ്വല്ലറി കളക്ഷൻ. സ്വർണ്ണാഭരണങ്ങളിൽ നേടൂ പണിക്കൂലിയിൽ 50% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് 15,000 രൂപ വരെ കിഴിവ്. വെള്ളിയിൽ കിലോയ്ക്ക് 3,000 രൂപ കിഴിവ്. ലക്കി ഡ്രോയിലൂടെ നേടൂ കാറുകളും സ്കൂട്ടറുകളും 1 കിലോ സ്വർണവും. 10% മുതലുള്ള അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വേഗമാകട്ടെ, ഓഫർ പരിമിത സമയത്തേക്ക് മാത്രം. കിച്ചന്റെ കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ടല്ലേ? എടോ, അങ്ങനെ കളർ കോമ്പിനേഷൻ മാത്രം നന്നായിട്ട് കാര്യമില്ല. ഉയർന്ന ഡെൻസിറ്റിയുള്ള മൾട്ടിവുഡ് ആണെങ്കിലേ കാലങ്ങൾ നിലനിൽക്കും. മെയിന്റെനൻസ് ചെയ്യേണ്ടി വന്നാൽ സ്ക്രൂവും പിടിക്കില്ല. ഇതിൽ സ്ക്രൂ നിൽക്കും സർ. തീയും പിടിക്കില്ല, ചിതലും അരിക്കില്ല. വാട്ടർ റെസിസ്റ്റന്റുമാണ്. കാരണം ഇത് ഏറ്റവും ഉയർന്ന ഡെൻസിറ്റിയുള്ള ക്രോണ വുഡാണ്. വുഡ് ക്രോണയാണെങ്കിൽ പിന്നെ കളർ കോമ്പിനേഷൻ മാത്രം നോക്കിയാൽ മതി. ഏറ്റവും ഉയർന്ന ഡെൻസിറ്റിയുള്ള ക്രോണ വുഡ്. സ്ക്രൂ നിൽക്കും, തീ പിടിക്കില്ല, ചിതലും അരിക്കില്ല. ക്രോണ വുഡ്, വുഡ് ഓഫ് ഫ്യൂച്ചർ. ടെൻഷൻ അടിക്കണ്ട തോണി ഭായ്, സൂക്ഷിച്ച്. തോണി ഭായ്, എനിക്ക് പ്രശ്നമില്ല. നിനക്കല്ല, എന്റെ ഫ്ലോറിനും കുഴപ്പമില്ല. ഇൻഡിഗോ ഫ്ലോർ പെയിന്റ് എന്തും താങ്ങും, എന്നും മിന്നും. ഇൻഡിഗോ. ന്യൂസ് ടൈം ബ്രോട്ട് യു ബൈ പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. ബ്ലിറ്റ്സ് അക്കാഡമി, ഓയിൽ ആൻഡ് ഗ്യാസ്, QC, MEP, ലോജിസ്റ്റിക്സ് ജോബ് ട്രെയിനർ. ഹാപ്പി വാലി ദിവാലി ആഘോഷിക്കൂ ജോയ് ആലുക്കാസിനൊപ്പം. ബൈഫ ടർമറിക് ആൻഡ് മുരിങ്ങ ഹാൻഡ് വാഷ് ഇപ്പോൾ 6 ഫ്രേഗ്രൻസിൽ. 1 India 1 gold rate at Malabar Gold and Diamonds. കൃത്രിമ രുചിയോ നിറമോ ചേർക്കാത്ത തനി നാടൻ ഹാപ്പി അച്ചാറുകൾ. ഹാപ്പി കീപ്സ് എവരിബഡി ഹാപ്പി. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിലേക്ക് നമ്മൾ അതുകൊണ്ടാണ് പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി കത്തെഴുതി ഈ 73,000 കൂടി വേണം. ആദ്യം കേന്ദ്ര സർക്കാർ തന്നെ വായ്പയെടുക്കാം എന്നുള്ളതിന് സ്വാഗതം ചെയ്തുകൊണ്ടും കത്തെഴുതി. പക്ഷേ അതിൻ്റെ ഫലമില്ല. കേന്ദ്ര സർക്കാർ മാറുന്നില്ല. സോ നമുക്ക് വായ്പ എടുക്കാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. സോ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ ഓപ്ഷനല്ല, മോഡിഫൈഡ് ഒന്നാമത്തെ ഓപ്ഷൻ, അതുപ്രകാരം ഞങ്ങൾക്ക് ഉള്ള ആനുകൂല്യം തരിക, കോമ്പൻസേഷൻ തരിക. ഞങ്ങൾ കേരളം പറഞ്ഞുകൊണ്ടിരുന്ന 73,000 കോടി രൂപ ഈ വർഷം തന്നെ കിട്ടണം എന്നുള്ളത് GST കൗൺസിലിൽ തുടർന്നും ഞങ്ങൾ ഉന്നയിക്കും എന്നൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. കേരളം 73,000 കോടി രൂപ അധികം കിട്ടണം എന്നുള്ളത് ഡിമാൻഡ് വിടില്ല. അതേ സമയം 1.1 ലക്ഷം കോടി രൂപ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കേരളത്തിൻ്റെ വിഹിതം എത്രയോ അത് വാങ്ങുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം പോലും ചോദിച്ചില്ലെന്ന് പറഞ്ഞില്ല. അത് ഈ വിവാദപരമായ ഈ വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ചോദ്യം പോലും ചോദിച്ചില്ലെന്ന് ഉദ്ദേശിക്കുന്നത്. അതെ, മറ്റു ഞാൻ പറഞ്ഞല്ലോ 76 ക്വറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചോദ്യങ്ങൾ വരും. പക്ഷെ ഈ പ്രശ്നം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ശരിയെന്നാൽ താങ്ക് യു വെരി മച്ച്.